प्यारे बच्चों, आदाब। कैसे हैं आप लोग? ठीक है ना? എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് വർക്ക് തന്നത്? ആപ്കോ യാദ് ഹെ? ഓർക്കുന്നുണ്ടോ? അച്ഛാ, ബഗ്ല ഓർ മേണ്ടക് കി കഹാനി അല്ലേ? ഒരു കൊക്കിൻ്റെയും അതുപോലെ മേണ്ടക് തവളയുടെയും ഒരു കഥ നമ്മൾ പഠിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഏതാനും സവാല തയ്യാർ കീജിയെ അല്ലേ? ചില ചോദ്യവാക്കുകൾ തന്നിട്ട് അവ ഉപയോഗിച്ചുകൊണ്ട് ഈ കഥയെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ ഉണ്ടാക്കാനായിരുന്നു. ഓക്കെ, നിങ്ങളൊക്കെ ചെയ്തല്ലോ. ജി ദേഖിയെ, മേണ്ടക് ഓർ ബഗ്ലെ കി കഹാനി, ഈ കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള സഹായത്തിന് ഏതാനും ചോദ്യവാക്കുകൾ നമുക്ക് നൽകിയിരുന്നു. ക്യാ, കോൻ, കഹാ, കേസെ, ക്യോ, കിത്തിന. ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട പദങ്ങളെടുത്ത് ഏതാനും ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഏതാനും ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. താലാബ് മേം കോൻ രഹ്തേ ഥേ, കുളത്തിൽ ആരാണ് താമസിച്ചിരുന്നത്? ദോനോ മിൽക്കർ ക്യാ ബനായ, രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് എന്താണ് ഉണ്ടാക്കിയത്? ആസ്മാൻ പർ വോ കേസെ ഉഡ്നെ ലഗെ, ആകാശത്ത് അവരെങ്ങനെയാണ് പറക്കാൻ തുടങ്ങിയത്? ദോനോ ക്യോ ഡർ ഗയെ, രണ്ടുപേരും എന്തുകൊണ്ടാണ് ഭയപ്പെട്ടത്? ബച്ചോ, ബഹുത് കടി ധൂപ്പ് അല്ലേ? ശക്തമായ വെയിലാണ്. ഹേ, എന്താ ചൂട്! ആപ്കോ ഗർമി ഹേ? നിങ്ങൾക്കും ചൂടുണ്ടോ? ഔ, പകൽ സമയത്തൊന്നും പുറത്തിറങ്ങാൻ കഴിയൂല അല്ലേ? ഉച്ചക്കൊക്കെ എന്താ ചൂട്, എന്താ വെയിൽ! ഹാ, ശക്തമായ ദാഹം. ക്യാ ഹേ? ദാഹം ഇല്ലേ? ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് പകൽ സമയത്തൊക്കെ നല്ല ദാഹം ഉണ്ടാവാറില്ലേ? നല്ല ദാഹിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അച്ഛാ, വെള്ളം കുടിക്കും അല്ലേ? സാധാ വെള്ളമാണോ കുടിക്കാറുള്ളത്? സോഫ് പാനി പീത്തെ ഹേ ആപ് ലോഗ്? ജി അല്ലേ? അധിക സമയത്തും അത് തന്നെയാണ് ചെയ്യാറുള്ളത്. നല്ല ദാഹം ഉണ്ടാവുമ്പോൾ, ശക്തമായ ദാഹം ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് കുടിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ക്യാ ഹേ? ശർബത്ത്. ജി, നല്ല തണുത്ത നല്ല മധുരമുള്ള സർബത്ത് കുടിക്കാനാണ് താല്പര്യം. സർബത്ത് മാത്രമാണോ? നല്ല ശക്തമായ ദാഹം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കുടിക്കും നിങ്ങൾ? അല്ലെങ്കിൽ എന്തൊക്കെ കുടിക്കാൻ താല്പര്യപ്പെടുന്നു? ജി, ജ്യൂസുകൾ അല്ലേ? വ്യത്യസ്ത തരം ജ്യൂസുകൾ. പിന്നെ ക്യാ ഹേ? ജി, ഇളനീര് അല്ലേ? തേങ്ങാവെള്ളം. പിന്നെ ക്യാ ഹേ? ബത്തക്ക വെള്ളം. അച്ഛാ, ഓക്കെ. എനിക്കിപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഇഷ്ടം തേങ്ങാവെള്ളമാണ്. ഔ, നല്ല തണുത്ത തേങ്ങാവെള്ളം കിട്ടിയാൽ ഒന്ന് കുടിക്കാമായിരുന്നു. ആപ്കോ പസന്ത് ഹേ നാ? ജി. क्या है? उर्दू में क्या बोलते हैं? अच्छा, नारियल का पानी. नारियल क्या है? नारियल. जी, തേങ്ങ. നാരിയൽ കാ പാനി, തേങ്ങ വെള്ളം. ഇളനീര് അല്ലേ? ഇളനീര്. हमारी रियासत केरला में बहुत ज़्यादा नारियल के पेड़ हैं, है ना? നമ്മുടെ കേരള സംസ്ഥാനത്ത് ധാരാളം എന്തുണ്ട്? ജി, തെങ്ങുകളുണ്ട്. നാരിയൽ കാ പേഡ് അല്ലേ? തെങ്ങുകളുണ്ട്. അപ്പോൾ വളരെ സുലഭമായിട്ട് നമുക്ക് തേങ്ങ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും തേങ്ങാവെള്ളവും ഇളനീർ ജ്യൂസും ഒക്കെ നമുക്ക് കുടിക്കാൻ കഴിയും. ഓക്കെ ജി, എങ്കിൽ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാം. തേങ്ങാവെള്ളവുമായി ബന്ധപ്പെട്ട് തേങ്ങയുമായും തെങ്ങുമായും ഒക്കെ ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജി ആइए मेरे साथ. प्यास बुझाए, ये है नारियल का पानी.
केरला का मीठा शरबत ठंडा और मज़ेदार, यह सेहत के लिए कितना अच्छा है। केरला की खूबसूरती नारियल के ऊंचे ऊंचे पेड़ों से है। नारियल खाना अच्छा है। नारियल से सालन बनता है। उसका तेल सर में भी लगाते हैं। नारियल सबको पसंद है। प्यास बुझाए, നമ്മുടെ ടൈറ്റിൽ എന്താണ്? देखिए, प्यास बुझाए, दाहम शमिपिका। अच्छा जी, प्यास दाहम। यह है नारियल का पानी। यह है नारियल का पानी। देखिए नारियल, यह नारियल, नारियल आपको पसंद है ना? ले तेंगा इष्टमल्ले? अच्छा, ये है नारियल का पानी। नारियल के अंदर क्या है? पानी है। पानी क्या है? जी, വെള്ളം। ये है नारियल का पानी। ഇതാണ് എന്ത്? अच्छा, തേങ്ങാ വെള്ളം അഥവാ ഇളനീർ. ये है नारियल का पानी. ഇതാണ് തേങ്ങാ വെള്ളം, ഇതാണ് ഇളനീർ. ഓക്കെ. കേരള का मीठा शरबत, केरला का मीठा शरबत. शरबत क्या है? जी, സർബത്ത്. നമ്മൾ സർബത്ത് എന്ന് പറയുന്ന ആ വാക്ക് എന്താണ്? ഉറുദു വാക്കാണ്. ജി, ഷർബത്ത്, മീഠാ ഷർബത്ത്. എങ്ങനെയുള്ള ഷർബത്ത്? മീഠാ ഷർബത്ത്. देखिए, ഔ എന്തൊരു ഭംഗി കാണാൻ തന്നെ, കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നു. മീഠാ ഷർബത്ത്, മധുരമുള്ള സർബത്ത്. ജി, കേരള का मीठा शरबत, കേരളത്തിലെ जी മാധുര്യമുള്ള शरबत. अच्छा, ठंडा और मज़ेदार. ठंडा क्या है? ठंडा जी, തണുത്ത അല്ലേ? ഈ ചൂട് കാലത്ത് നമുക്ക് തണുത്ത വെള്ളം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര രുചികരമായിരിക്കും അല്ലേ? ठंडा, തണുത്ത. और मज़ेदार, मज़ेदार क्या है? टेस्टी, നല്ല ടേസ്റ്റുള്ള. अच्छा, ठंडा और मज़ेदार, ആ തണുപ്പും വളരെ രുചികരവുമായ വെള്ളം. अच्छा, ये सेहत के लिए कितना अच्छा है। ये सेहत के लिए कितना अच्छा है. सेहत क्या है? अच्छा, തന്ദുരുസ്തി അല്ലേ? ആരോഗ്യം. ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അല്ലേ? എത്ര നല്ലതാണ്. നിങ്ങൾ കുപ്പിവെള്ളം കുടിക്കാറുണ്ടോ? കുപ്പിവെള്ളം എന്ന് പറഞ്ഞാൽ സെവനപ്പ്, അതുപോലെ പെപ്സി പോലുള്ള ഉണ്ടോ? അത് ആരോഗ്യത്തിന് നല്ലതാണോ? ആണോ? അല്ല, നിങ്ങൾക്ക് തന്നെ അറിയാലേ. അച്ഛാ, അപ്പോൾ പ്രകൃതി തരുന്ന ഇത്തരം പാനീയങ്ങൾ, ഇളനീര് പോലുള്ള പാനീയങ്ങളാണ് നമ്മൾ കുടിക്കേണ്ടത്. കാരണം എന്താ? ജി, യേ സെഹത്ത് കെ ലിയേ ബഹുത് അച്ഛാ ഹേ. യേ സെഹത്ത് കെ ലിയേ കിത്ന അച്ഛാ ഹേ. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. केरला की खूबसूरती नारियल के ऊंचे ऊंचे पेड़ों से है. देखिए, ये क्या है? नारियल के पेड़. देखिए मेरे पीछे അല്ലേ? ഞാനിപ്പോൾ ഒരു തെങ്ങിൻ തോപ്പിൻ്റെ മുന്നിലാണ്. എൻ്റെ പിന്നിൽ നോക്കൂ, നിറയെ തെങ്ങുകൾ. ജി, നല്ല ഭംഗിയുണ്ട് കാണാം അല്ലേ? ഇതാണ് കേരളത്തിൻ്റെ ഭംഗി. കേരള की खूबसूरती. खूबसूरती क्या है? जी, ब्यूटी, ഭംഗി. നാരിയൽ കെ ഊഞ്ചെ ഊഞ്ചെ പേടോം സെഹ്. ഇതുപോലുള്ള വളരെ ഉയർന്ന തെങ്ങുകളിലാണ് കേരളത്തിൻ്റെ ഭംഗി അല്ലേ? കേരള की खूबसूरती നാരിയൽ കെ ഊഞ്ചെ ഊഞ്ചെ പേടോം സെഹ്. അച്ഛാ, കേരളത്തിൻ്റെ ഭംഗി കേരളത്തിലെ ഉയർന്ന തെങ്ങുകൾ കൊണ്ടാണ്. നാരിയൽ ഖാന അച്ഛാ ഹെ. നിങ്ങൾ തിന്നിട്ടുണ്ടോ നാരിയൽ? അച്ഛാ, എങ്ങനെ ഉണ്ടാവും? ടേസ്റ്റി ആണോ? അച്ഛാ, നാരിയൽ ഖാന അച്ഛാ ഹെ. തേങ്ങ തിന്നാൻ വളരെ ടേസ്റ്റിയാണ്, വളരെ നല്ലതാണ്. നാരിയൽ സെ സാലൻ ബൻതാ ഹെ. സാലൻ ക്യാ ഹെ? ജി, കറി അല്ലേ? തേങ്ങ കൊണ്ട്
കറി ഉണ്ടാക്കുന്നു. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന മിക്ക കറികളിലും എന്ത് കൂട്ടും? ജി തേങ്ങ കൂട്ടാറുണ്ട്. അച്ഛാ, തേങ്ങ കൊണ്ട് പിന്നെ മറ്റെന്തൊക്കെ ഉപകാരമുണ്ട്? ക്യാ ഹേ? ജി എണ്ണ അല്ലേ? എണ്ണ ഉണ്ടാക്കും. ഉസ്കാ തേൽ സർമേം ഭി ലഗാത്തെ ഹേ. ഉസ്കാ തേൽ സർമേം ഭി ലഗാത്തെ ഹേ. തേൽ എണ്ണ. സർ ക്യാ ഹേ? ജി തല, സർ. അതുപോലെ സിർ എന്നും വായിക്കാം. ഉസ്കാ തേൽ സർമേം ഭി ലഗാത്തെ ഹേ. അതിൻ്റെ എണ്ണ തലയിൽ പുരട്ടുന്നു. പുരട്ടാറില്ലേ? അച്ഛാ, നാരിയൽ സബ്കോ പസന്ത് ഹേ. ഞാൻ നേരത്തെ ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന്. എല്ലാവരും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുപോലെ എനിക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. നാരിയൽ സബ്കോ പസന്ത് ഹേ. തേങ്ങയും ഇളനീരും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അച്ഛാ, എങ്ങനെയുണ്ട് നമ്മൾ പാഠം? ജി നല്ല പാഠമാണല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോഴും നല്ല ചൂട് അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഏറ്റവും കേൾക്കാൻ കൊതിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. തേങ്ങാവെള്ളം, ഇളനീര്. ഓക്കെ, തേങ്ങ, ഇളനീര് ഒക്കെ പറഞ്ഞു അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾക്കിത് ആവശ്യമാകുമ്പോൾ എന്ത് ചെയ്യും? എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ കടയിൽ പോയി വാങ്ങാറാണോ? ക്യാ ഹേ? അല്ല, വീട്ടിലുണ്ടോ? അച്ഛാ, വീട്ടിലുണ്ടല്ലേ? ജി ബഹുത്ത് ടീക്കെ അച്ഛാ ഹേ. നല്ല കാര്യമാണ്. എല്ലാ വീട്ടിലും തെങ്ങുണ്ടാവണം. കേരളത്തിലെ വീടാണെങ്കിൽ തെങ്ങ് ഉണ്ടാവും. അച്ഛാ, ഓക്കെ. ആപ്കെ ഘർ കെ പാസ് നാരിയൽ കെ പേട് ഹേ അല്ലേ? നിങ്ങളുടെ വീടിൻ്റെ സമീപത്ത്, പരിസരത്ത് എന്തുണ്ട്? തെങ്ങുണ്ട്. ഓക്കെ, തെങ്ങ് മാത്രമാണോ ഉള്ളത്? വേറെ ഏതൊക്കെ മരങ്ങളുണ്ട്? ബോലിയെ. ക്യാ ഹേ? जी आम का पेड़. आम का पेड़ है? अच्छा, आपके घर के पास आम का पेड़ है. जी ले, आम का पेड़ क्या है? जी മാവ്, മൂച്ചി അല്ലേ? ഓക്കെ. പിന്നെ क्या है? कटहल का पेड़. പ്ലാവ് അല്ലേ? കട്ടഹൽ, ചക്ക. ഓക്കെ, കട്ടഹൽ കാ പേട്, പ്ലാവ് ഉണ്ടല്ലേ? ജി വളരെ നല്ലതാണ്. നല്ല പ്ലാവ്, നല്ല ചക്ക. നിങ്ങൾ ചക്ക ഉണ്ടാകുന്നൊരു കാലമാണല്ലേ? ഓക്കെ. അച്ഛാ, പിന്നെയോ? അത് മാത്രമേ ഉള്ളൂ? എന്ത്? പേരക്കമരം. പേരക്കമരം. ഓക്കെ, അതൊരു മരമാണല്ലോ. ജി എന്താണ് ഉറുദു പറയാ? അമ്രൂദ് കാ പേട്. അച്ഛാ, പിന്നെ അത് മാത്രമേ ഉള്ളൂ? എന്തേ? പുളിമരം. അച്ഛാ ഹേ, പുളിമരം. എന്താണ് പുളിമരത്തിന് ഉറുദു? നിങ്ങൾ ചെറിയ ആ പുളിയുടെ ഒരു അച്ചാർ പോലെ സാധനം കഴിക്കാറില്ലേ? എന്തേ? ഇംലി. ഇംലി. അതുതന്നെയാണ് പുളി. ഇംലി കാ പേട്, പുളിമരം. അച്ഛാ, അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം മരങ്ങൾ നമ്മുടെ വീടിന് പരിസരത്തുണ്ട്. മുൻഭാഗത്തും പിൻഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ बच्चों, ये देखिए मेरे पास, ये क्या है? जी ये पेड़ है. ये एक पेड़ है. ये कौन सा पेड़ है? अच्छा, ये नारियल का पेड़ है. ये एक पेड़ है. ये नारियल का पेड़ है. इससे क्या मिलते हैं? इससे क्या मिलते हैं? ഇതിൽ നിന്ന് എന്ത് ലഭിക്കുന്നു? अच्छा, नारियल. इससे नारियल मिलते हैं. नारियल का पेड़ बहुत ऊंचा है അല്ലേ? നല്ല ഉയർന്ന അല്ലേ? ഉയർന്ന മരല്ലേ? नारियल का पेड़ बहुत ऊंचा है. मेरे घर में नारियल का पेड़ है. मेरे घर में नारियल का पेड़ है. എൻ്റെ വീട്ടിൽ തെങ്ങ് ഉണ്ട്. അച്ഛാ, ഇപ്പോൾ നമ്മൾ തെങ്ങിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയൊരു വർക്ക്, വളരെ സിമ്പിളായ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തരുന്നു. आपके घर में कौन कौन से पेड़ हैं? देखिए, आपके घर में कौन कौन से पेड़ हैं?
നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ മരങ്ങളുണ്ട്, ഓരോ മരത്തിൻ്റെ പേര് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 3 മരങ്ങളുടെ പേര് നിങ്ങൾ എഴുതണം. ഓക്കെ ജി. മാത്രമല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചിത്രം വരയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരം ഏതാണോ അതിൻ്റെ ചിത്രം നിങ്ങൾ വളരെ ഭംഗിയായിട്ട് വരക്കണം, നിറം കൊടുക്കണം. എന്നിട്ട് അതിന് ഏതാനും ജുംലകൾ എഴുതണം. പസന്ദീദ पेड़ की तस्वीर बनाइए और रंग भरिए. ഇഷ്ടപ്പെട്ട ഒരു മരത്തിൻ്റെ ചിത്രം നിങ്ങൾ വരയ്ക്കണം, എന്നിട്ട് കളറ് കൊടുക്കണം, നല്ല അടിപൊളി നിറം കൊടുക്കണം. ഓർ ഉസ് പർ ചന്ദ് ജുംല ലിഖിയെ. എന്നിട്ട് ആ മരത്തെക്കുറിച്ച് ഏതാനും ജുംലകൾ, ഒരു 4 സെൻറ്റൻസുകൾ, വാക്യങ്ങൾ നിങ്ങൾ എഴുതണം. നേരത്തെ തെങ്ങിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഏതാനും ജുംലകൾ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മരത്തെക്കുറിച്ച് ഒരു 4 ജുംലകൾ നിങ്ങൾ എഴുതണം. എന്നിട്ട് ഇവ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വർക്കുകളുള്ളത്? जी देखिए, आपके घर में कौन कौन से पेड़ है, उनके नाम लिखिए. നിങ്ങളെ വീട്ടിൽ എന്തൊക്കെ മരങ്ങളുണ്ട് അവയുടെ പേരെഴുതാനാണ്. പിന്നെയോ പസന്ദീദ പേഡ് കി തസ്വീർ ബനായിയെ ഓർ രംഗ് ഭരിയെ. ഇഷ്ടപ്പെട്ട മരത്തിൻ്റെ ചിത്രം വരച്ച് നിങ്ങൾ നിറം കൊടുക്കണം. ഓർ ഉസ് പർ ചന്ദ് ജുംല ലിഖിയെ. എന്നിട്ട് ആ മരത്തെക്കുറിച്ച് ഏതാനും ജുംലകൾ, സെൻറ്റൻസുകൾ എഴുതണം. അത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ. ശുക്രിയ, ഖുദാ ഹാഫിസ്.